അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിയുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കരുതുന്നില്ല. അതാണ് അവരുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പുലിക്കുട്ടി അത് തിരിച്ചെത്തും എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ പി.ടി. കുഞ്ഞുമുഹമ്മദിന് മുൻകൂർ ജാമ്യം ഉണ്ടായിട്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടേക്കാൻ അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക്, നടപടിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ 4 മാസക്കാലത്തോളം അന്വേഷിച്ചിട്ടും സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ട് 4 മാസക്കാലമായി. അതിനുശേഷം പരാതികൾ വന്നിട്ടുണ്ട്. എന്നിട്ടും ഇനി നിമിഷം വരെ രാഹുലിലേക്ക് എത്താൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞാലും അവിടെയും മുൻകൂർ ജാമ്യം ഉണ്ടെങ്കിൽ വിളിച്ചു വരുത്താം, ചോദ്യം ചെയ്യാം, അറസ്റ്റ് വേണമെങ്കിൽ രേഖപ്പെടുത്താം, അറസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വിട്ടയക്കണം എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട്. അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യലിനോ അറസ്റ്റ് ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. അപ്പോ അങ്ങനെയൊക്കെ ആയിട്ടും എന്തേ രാഹുലിനെ വിളിച്ചു വരുത്താൻ ഇവർ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു കംബാക്കിനുള്ള സൂചനകളാണ്. ഈ കേസ്, ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കൽ, കോടതിയിലെത്തല് ഒക്കെ പെട്ടെന്ന് നടക്കണമെന്ന് മാത്രമേ എനിക്കൊരു ആഗ്രഹമുള്ളൂ. കാരണം ആ കംബാക്ക് അങ്ങനെ വൈകിക്കൂടാ, അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കേണ്ടതുണ്ട്.